SIR വീണ്ടും ഓരോ ദിവസം കഴിയുന്തോറും വളരെ വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഞാൻ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നൊന്നുമല്ല. ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് പറയേണ്ടത്, സമൂഹത്തോട് പറയേണ്ടത്, ഉത്തരവാദിത്വമുള്ളവരത് അറിയേണ്ടത് എന്നെപ്പോലെ ഒരാളുടെ ഉത്തരവാദിത്വമാണ് എന്നതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അത് മാത്രമല്ല, SIR പേര് ചേർക്കാതെ, പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഫോം ഫില്ല് ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവരുടെ ആശങ്ക മാറ്റുന്നതിന് കൂടിയാണ് ഈ വീഡിയോ. SIRന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വോട്ടർമാരെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനുണ്ട്, മണക്കാട് നജ്മുദ്ദീൻ. അദ്ദേഹം എന്നോടൊപ്പം ഇതിൽ ശബ്ദത്തിൽ കൂടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിച്ചു പോകണമെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരാണ് എന്നൊക്കെയാണ് വൈപ്പ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 1992 ഒന്നാം ഘട്ട സാക്ഷരതയിൽ സജീവമായി പങ്കെടുത്ത് അവാർഡ് വാങ്ങിയ ഒരാളാണ് ഞാൻ. ഉറക്കമുളച്ച് പഠിപ്പിച്ചു, അക്ഷരം പഠിപ്പിച്ചു. അന്ന് മുതൽ ഇങ്ങോട്ട് സമ്പൂർണ്ണ സാക്ഷര കേരളം എന്ന് അറിയപ്പെടുന്നുമുണ്ട്. പക്ഷെ സമ്പൂർണ്ണ സാക്ഷരമാണ് ശരി. പക്ഷേ ഒരു അപേക്ഷാ ഫോം വന്നാൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ അത് മര്യാദയ്ക്ക് എങ്ങനെ പൂരിപ്പിക്കണം, സാങ്കേതികമായി എന്ത് ചെയ്യണം എന്നറിയാത്ത ഫങ്ഷണൽ ഇലിറ്ററസി ബാധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. അവർക്ക് അറിയില്ല. നമ്മൾ പറയും കാര്യവിവരം ഇല്ലാത്തവെന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ടാണ് ഒരു എന്യൂമറേഷൻ ഫോം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതെന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ അന്തം വിട്ടു പോണത്. അതിനൊരു കാരണം കൂടി ഉണ്ട്. അതിൽ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിനിപ്പോഴും വ്യക്തത വന്നിട്ടില്ല. BLOമാർ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ പൊട്ട തെറ്റാണ്. BLOമാർ പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങൾ, പറഞ്ഞിട്ടുള്ള തെറ്റുകൾ, അത് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ വോട്ട് ഇല്ലാതാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ വീഡിയോ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും സാധാരണക്കാരാണ്, പാവങ്ങളാണ്. വിദ്യാഭ്യാസപരമായി 10ാം ക്ലാസ് വരെ പോയതോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ളവരോ ആണ് അതിൽ കൂടുതൽ, ഈ പറഞ്ഞ സാധാരണക്കാരിൽ കൂടുതൽ. അതിൽ തന്നെ വലിയൊരു ശതമാനം, അതായത് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ജനസംഖ്യ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40% ആൾക്കാർ വാടക വീട്ടിലോ അതല്ലെങ്കിൽ ഒറ്റി, അതുപോലെ വാങ്ങി ലീസിനെടുത്തോ ഒക്കെ താമസിക്കുന്നവരാ, അത്തരത്തിൽ താമസിക്കുന്നവരാണ്. അതുപോലെ സ്ഥലം മാറി പോകുന്നവരുണ്ട്, മാറി മാറി വാടക വീട്ടിലേക്ക് മാറി മാറി പോയി താമസിക്കുന്നവരുണ്ട്. പിന്നെ സർക്കാർ ജോലിക്കാർ 2-3 വർഷം കൂടുമ്പോൾ അവർ മറ്റിടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നവരുമുണ്ട്. ഇവരൊക്കെ കരുതുന്നത് എന്താണ്? തങ്ങളുടെ വോട്ട് എവിടെയെങ്കിലും ഉണ്ടാകും, നമുക്ക് അവിടെ പോയി ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ട് വലിയ പ്രാധാന്യമൊന്നും അതിന് കൊടുക്കൂല. ഇനി അഥവാ അവരിൽ പലർക്കും വോട്ടില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ പലർക്കും അവരുടെ ഔദ്യോഗിക തിരക്കുകൾ കാരണം ചെയ്യാനും പറ്റുന്നില്ല, സമയമില്ല. അത്തരത്തിലുമുണ്ട്. എല്ലാവർക്കും പോസ്റ്റൽ വോട്ട് ചിലപ്പോൾ പ്രാവർത്തികമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരക്കാരും സാധാരണ ജനങ്ങളും വിചാരിക്കുന്നത് വോട്ടുകൾ വരും പോകും. അത് ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരും, അത് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരും, അത് കഴിഞ്ഞാൽ വീണ്ടും പാർലമെന്റ് ഇലക്ഷൻ വരും. ഇങ്ങനെ വന്നും പോയും ഇരിക്കും. അത് സ്വാഭാവികം. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വോട്ട് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത്ര തന്നെ പ്രാധാന്യമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അത് പൗരത്വവുമായി ബന്ധപ്പെടുന്നുണ്ടോ, ഇന്ത്യൻ നാഷണാലിറ്റിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മളെ അത് ബാധിക്കുമോ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ വറീഡ് ആകുന്നേയില്ല. പഞ്ചായത്ത് ഇലക്ഷനായാലും അസംബ്ലി തെരഞ്ഞെടുപ്പായാലും ഇനി ഇതിനിടയിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും നമുക്ക് സ്ലിപ്പ് കൊണ്ട് പെരയില് വീട്ടുകാർ കൊണ്ടൊന്ന് തരുമെന്നുണ്ടെങ്കിൽ പോയി കണ്ട് ഒരു വോട്ട് ചെയ്യാം, അത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ കരുതുന്നു. ഇതിലപ്പുറത്തേക്ക് ഇതുവരെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള SIR എന്യൂമറേഷൻ ഫോമിന്റെ ഇടതു വലത് കോളങ്ങൾ, ഏറ്റവും മുകളിലുള്ള കോളമല്ല, അതിന്റെ താഴെയുള്ള ഇടതു വലത് കോളങ്ങളിൽ വലിയ സംശയമുണ്ട്. വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് അവിടെ രേഖപ്പെടുത്താനുള്ളത്. കാര്യം ശരി, പക്ഷെ അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. കേരളത്തിലെ പ്രമുഖ പത്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായാണ് അത് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളോട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. വാർത്തകൾ അത്തരത്തിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും വോട്ടറുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് ഒരു ചെയിനാണ്. അതായത് ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടറുടെ പിതാവ്, മാതാവ്, അവരുടെ പിതാവ്, മാതാവ്, അങ്ങനെ പോകും. താഴേക്ക് വരികയാണെങ്കിൽ തന്റെ പുത്രൻ, പുത്രി, അതല്ലെങ്കിൽ അവരുടെ മക്കൾ, പേരമക്കൾ, ഇങ്ങനെ വരും. ആ വോട്ടറുടെ സഹോദരനോ മറ്റുള്ളവരോ ആ ലിസ്റ്റിൽ വരുന്നേയില്ല. അത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇല്ല. പക്ഷെ അത്തരത്തിൽ പലതും എഴുതാം, അത്തരത്തിൽ രേഖപ്പെടുത്താം, കുഴപ്പമില്ല എന്ന രീതിയിൽ പലയിടത്തും വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ, ഇപ്പോഴല്ല, ഇതിനു മുമ്പ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അത്തരത്തിലൊരു അമെന്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം മാതാപിതാക്കൾ മറ്റുള്ളവർ ഇല്ല എന്നുണ്ടെങ്കിൽ, സഹോദരങ്ങൾക്കോ മറ്റുള്ളവർക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേരാനുള്ള സംവിധാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത്തരത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ അത്തരത്തിൽ പലരും ചേർത്ത് തുടങ്ങി അല്ലെങ്കിൽ അത്തരത്തിൽ എഴുതി തുടങ്ങി എന്നതല്ലാതെ രേഖാമൂലം അത്തരത്തിലുള്ള വന്നതായിട്ട് എന്റെ അറിവിലില്ല.
ആരുടെയും അറിവിലില്ല. ഒരു ആപ്ലിക്കേഷൻ ഫോമിലും അത്തരത്തിലൊന്നില്ല. ആകെ ഉള്ളത് ഫോം 6 ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഓൺലൈനിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് എന്നൊരു ബന്ധം അവിടെ കാണുന്നുണ്ട്. അതിലാകട്ടെ ഭാര്യയുടെ ഭർത്താവിന്റെയോ ID കാർഡ് നമ്പറോ മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ കൊടുക്കുന്നുമില്ല. ഈ ഭാര്യയും ഭർത്താവും എന്നുള്ളത് അവിടെ തന്നെ ടിക്ക് ചെയ്യുന്നതുകൊണ്ട് ഭാര്യയാണ് ഭർത്താവാണ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഭാര്യയ്ക്കോ ഭർത്താവോ വോട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അവിടെ അന്വേഷിക്കുന്നില്ല. എന്യൂമറേഷൻ ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ സെല്ലിൽ നിന്ന് അറിയുന്ന വിവരം അതൊരു ചെയിനായി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവ് മാതാവ്, അവരുടെ മാതാവ് പിതാവ്, ഇങ്ങനെ പോകും. താഴേക്ക് മക്കൾ, പേരക്കുട്ടികൾ, ഇങ്ങനെ പോകും എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. പക്ഷെ ഇവിടെ ഈ പറയുന്ന വരുന്ന BLO മാർ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതേക്കുറിച്ച് വളരെ വ്യക്തമായി ഇതിനോടൊപ്പം ചേർക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം, ഞാൻ അതിനെ പേരെടുത്ത് അതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നില്ല, അത്യാവശ്യം അറിയപ്പെടുന്ന ജനസമ്മതിയുള്ള ഒരു ദിനപത്രവുമാണ്, അവർക്കൊരു ചാനലുമുണ്ട്. അത്തരത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനം പറയുന്നവരുടെ വാർത്തയിൽ പറയുന്നത് 2002 SIR പേരുള്ളവരുമായിട്ടുള്ള ബന്ധം പൂരിപ്പിക്കുന്ന വലതുവശത്തെ കോളത്തിൽ, അതായത് രണ്ടാമത്തെ പാർട്ടിലെ വലതുവശത്തെ കോളത്തിൽ വോട്ടറുടെ പേരെഴുതുമ്പോൾ ആ വോട്ടർ ഈ നിലവിലുള്ള SIR നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വോട്ടറുടെ പിതാവോ മാതാവോ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കണം. അവരുടെ പിതാവോ മാതാവോ ആണ് അവിടെ എഴുതേണ്ടത്. അപ്പോ ഈ പറയുന്ന ആ വോട്ടർക്ക് അവരുടെ മാതാവും പിതാവുമായിട്ടുള്ള ബന്ധം, എന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ്, ഇതാണ് അവിടെ വരേണ്ടത്. പക്ഷെ അവിടെ മകൻ എന്ന് രേഖപ്പെടുത്തണം എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. എന്തൊരു അസംബന്ധമാണത്! ഇദ്ദേഹത്തിന് അവരോടുള്ള ബന്ധമാണ് അവിടെ ചോദിക്കുന്നത്, അല്ലാതെ അവർക്ക് ഇദ്ദേഹത്തോട് ഉള്ള ബന്ധമല്ല. അവർക്ക് ഇദ്ദേഹത്തോടുള്ള ബന്ധമാണ് ചോദിക്കുന്നെങ്കിൽ മകനെന്നോ മകളെന്നോ എഴുതാം. പക്ഷെ ഇവർക്ക് അവരോടുള്ള ബന്ധം ചോദിക്കുമ്പോൾ പിതാവെന്നോ മാതാവെന്നോ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അവിടെയാണ് മകനെന്നോ മകളെന്നോ എഴുതണമെന്ന് തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഈ ആപ്ലിക്കേഷൻ ഫോമുകളിൽ പല സാങ്കേതികതയും ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം, ഒരു സ്പെല്ലിങ് അല്ലെങ്കിൽ അതുപോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ കീഴുമേലും നോക്കുന്നില്ല, അവർ ആ ഫോം എടുത്ത് മാറ്റിവെക്കും. ഫലം എന്താണ് വരിക? ആ വോട്ടർക്ക് വോട്ടില്ലാതെയാകും. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, BLO മാർ നമ്മുടെ വീടുകളിൽ എത്തുമ്പോൾ 2 ഫോമുകളാണ് കൊണ്ടുവന്ന് തരുന്നത്. അതിൽ ഒന്ന് വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ വെച്ച്, നമ്മുടെ കണ്ണിൽ മുന്നിൽ വെച്ച് ആ കൃത്യമായ രേഖകൾ കണ്ടെത്തി അതെല്ലാം എടുത്തുകൊണ്ട് പൂരിപ്പിച്ച് എടുത്ത ശേഷം മറ്റേ ഫോം അതുപോലെ തന്നെ കോപ്പി എടുത്ത് ഒരു രസീത് പോലെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ തരാൻ വേണ്ടിയിട്ട്, അതായത് ഇത്തരം വിവരങ്ങളാണ് നിങ്ങൾ എഴുതി കൊടുത്തത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതാണ് 2 ഫോം വരുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പല BLO മാരും കൊണ്ടുവന്ന് 2 ഫോമും കൊണ്ടുവന്ന് തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഫോം കൊണ്ടുവന്ന് തന്നിട്ട് ഇത് പൂരിപ്പിച്ചു വെച്ചോളൂ, ഞാൻ പിന്നെ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കങ്ങോട്ട് പോവാണ്. അതുപോലെ ചില BLO മാർ അവർ വന്ന ശേഷം വോട്ടറുടെ ആധാർ കാർഡ് നമ്പർ, അവരുടെ ജനനത്തീയതി, മൊബൈൽ നമ്പർ, ഇത് 3 മാത്രം മുകളിൽ രേഖപ്പെടുത്തിയിട്ട് അതും വാങ്ങി അങ്ങ് പോവാണ്. ബാക്കിയുള്ളത് എപ്പോ എങ്ങനെ പൂരിപ്പിക്കുമെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ, ബന്ധുക്കൾ, അവരുമായിട്ടുള്ള ബന്ധം, അത് തെറ്റിച്ചാണ് BLO മാർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ BLO മാർ എല്ലാവരും അല്ല പറയുന്നത്, വളരെ കുറ്റമറ്റ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വളരെ വളരെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ റോങ്ങാണ്. അവർ കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നില്ല, തോന്നിയതുപോലെ പൂരിപ്പിക്കുകയാണ്, കണ്ടതുപോലെ പൂരിപ്പിക്കുകയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഈ ആപ്ലിക്കേഷൻ എത്തുമ്പോൾ അങ്ങനെ പറ്റില്ല. അവർ നിഷ്കർഷിക്കുന്ന അതേപോലെ തന്നെ കാര്യങ്ങൾ വരണം എന്നതുകൊണ്ട് ഇവരെന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നതിൽ സംശയമുണ്ട്. ഇവർ ജനങ്ങളുടെ വോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഇവരെ വോട്ടർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും ഗൂഢദൃശ്യങ്ങൾ ഇവരിലുണ്ടോ, അതോ കിട്ടുന്ന 1000 രൂപയ്ക്ക് കൂറ് കാണിക്കുക മാത്രമാണോ? നിരവധി ക്ലാസുകളും അതുപോലെ ക്യാമ്പയിനുകളും ഫോം ഫില്ലിങ്ങും അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊല്ലം സ്വദേശി ആയിട്ടുള്ള മണക്കാട് നജ്മുദ്ദീൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ആശങ്കകളും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഈ ചാനലിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകൾ എഴുതാം. SIRന്റെ വീഡിയോകൾ അവസാനിപ്പിക്കാമെന്നാണ് കരുതിയത്, പക്ഷേ അവസാനിപ്പിക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല, തുടർന്നും ചെയ്യണം എന്ന് തന്നെയാണ് പല ഭാഗത്തു നിന്നുള്ള വോയിസ് നോട്ടുകളും അതുപോലെ ഫോൺ കോളുകളും മറ്റ് പ്രവർത്തനങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമാകുന്നത് വരെ ഡിഫറന്റ് ആംഗിൾസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനി മണക്കാട് നജ്മുദ്ദീന്റെ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കുക. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ നവംബർ 4-ാം തീയതി മുതൽ ഡിസംബർ 4 വരെ നീണ്ടു നിൽക്കുന്ന SIR എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ നടന്നു വരികയാണ്. സാധാരണ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി ഹാൻഡ് ബുക്കുകൾ പുറത്തിറക്കാറുണ്ട്. പക്ഷേ ഇത്രയും ശ്രമകരമായ ഒരു ജോലി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി നിർവഹിക്കുമ്പോൾ ഒരു ഹാൻഡ് ബുക്ക് പോലും പുറത്തിറക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. 4-ാം തീയതി വീടുകളിലേക്ക് പോയ BLO മാർക്ക് ഓൺലൈനിൽ 1-2 മണിക്കൂർ നീണ്ടെടുക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് മാത്രമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്.
അപ്പൊ ഇത് എത്ര നിസ്സാരമായി ഇതിനെ കാണുന്നു എന്നുള്ളതിനുള്ള തെളിവാണത്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഹാൻഡ് ബുക്ക് ഇറക്കി. അത് BLOമാർക്ക് മാത്രമുള്ള ഒരു ഹാൻഡ് ബുക്കാണ്. ആ ഹാൻഡ് ബുക്കിൽ സംശയങ്ങളും അതിന്റെ നിവാരണങ്ങളുമാണ് ആ ഹാൻഡ് ബുക്കിൽ കാണുന്നത്. ആ ഹാൻഡ് ബുക്ക് പൊതുജനങ്ങൾക്കുള്ളതല്ല, അത് BLOമാർക്കുള്ളതാണ്. ഈ ഹാൻഡ് ബുക്ക് കിട്ടിയ ശേഷവും BLOമാർ വീടുകളിൽ വന്ന് പലതരത്തിലുള്ള അബദ്ധങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗൗരവമുള്ളൊരു കാര്യത്തിന് സാധാരണ ഇലക്ഷൻ കമ്മീഷൻ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്ന പ്രക്രിയകളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് 1979 മുതൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഹാൻഡ് ബുക്കുകളും അതിന്റെ നീക്കങ്ങളും അതിന്റെ നിയമപരമായ കാര്യങ്ങളും എല്ലാം നന്നായി അറിയുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണ ഇറങ്ങിയിരിക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണ പദ്ധതി, ആ പദ്ധതിയിൽ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഈ നിരുത്തരവാദിത്വപരമായ ഒരു നീക്കം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വീടുകളിലെത്തുന്ന BLOമാർ പലതരത്തിലാണ്. ഞാൻ ഒരു 3-4 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ചില BLOമാർ വീടുകളിൽ വന്ന് ഈ ഫോം കൊടുത്തിട്ട് പോവുകയാണ്. അവരുടെ ഒന്നും പറയും, നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചോളൂ, ഞാൻ പിന്നീട് വന്ന് വാങ്ങിച്ചോളൂ എന്നാണ്. ഫില്ല് ചെയ്തതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും പരിഭ്രാന്തരാവുന്നത്. പരിഭ്രാന്തരായ ആളുകളോട് ഇതെങ്ങനെ ഫില്ല് ചെയ്യും എന്നൊക്കെയുള്ള. അതിനിടയിൽ നിരവധി വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്, പത്രങ്ങളിലൂടെ വാർത്തകളുമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് വളരെയേറെ ടെൻഷനാണ് ഉണ്ടാക്കുന്നത്. എന്റെ മുമ്പ് ഇന്ന് രാവിലെ ഒരു സ്ത്രീ വന്നെന്ന് കരയുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഇത് ഒരു വല്ലാത്ത സ്ഥിതിയാണ് വരുത്തിയിട്ടുള്ളത്. രണ്ടാമത്, BLOമാർ ഈ ഫോം കൊണ്ട് കൊടുത്തിട്ട് ഏറ്റവും ആദ്യമുള്ള ജനറലായി എഴുതേണ്ട കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്തിട്ട് അടിയിൽ ഒപ്പിട്ടത് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇപ്പൊ 2002 വോട്ടർ പട്ടികയിലുള്ളവരുടെയും 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരുടെയും പിന്നെ 2 തരത്തിലാക്കി ഇതിനകത്ത് എഴുതാനുള്ള കോളത്തിൽ ഒന്നും എഴുതാതെ ബ്ലാങ്ക് ആയിട്ട് BLOമാർ കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, BLOമാര് വീടുകളിൽ വന്ന് ഈ കൊടുക്കുന്ന ഫോമുകൾ, ഇനിമറേഷൻ ഫോം എന്നുള്ള EF, ആ EF 2 കോപ്പി വീതമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല BLOമാരും 1 കോപ്പി മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി ഇവർക്ക് കൊടുത്ത ഈ നിർദ്ദേശങ്ങൾ അവർക്ക് പോലും വ്യക്തമായിട്ടില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ചെയ്യണ്ടേ? എല്ലാ BLOമാരും ഒരുപോലെ ചെയ്യണ്ടേ? അപ്പൊ ഈ BLOമാർക്ക് അത് വ്യക്തമായിട്ടില്ല എന്നത് ബോധ്യപ്പെടുത്തും. ഇനി BLOമാരായ സ്കൂളിലെ പല പിയൂൺമാര്, സ്കൂളുകളിലുള്ള ക്ലർക്ക് ഒക്കെയാണ്. അവർക്കൊക്കെ ഇത് വേഗതയിൽ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസമുണ്ടാവും. ഇന്യൂമറേഷൻ മുമ്പ് നടത്തിയിരുന്ന ടീച്ചർമാരാണ്. അങ്ങനെ ഇന്യൂമറേഷന് പോയിട്ടില്ലാത്ത, ജീവിതത്തിൽ ആദ്യമായി ഒരു ഇലക്ഷന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കാൻ എത്തുന്ന BLOമാർ ഇത്രമാത്രം ദുർബലരായി പോകുന്നു എന്നുള്ളത് കൂടുതൽ പേരെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നു. ദുർബലരാണ്, അവർക്കൊന്നും അറിയില്ല. അവരോടൊരു സംശയം ചോദിച്ചാൽ അവർ അടുത്ത ദിവസം എന്ന് പറയാമെന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കാണാതെ വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ വരാമെന്ന മറുപടി മാത്രമാണ് അവർ പറയുന്നത്. അപ്പൊ BLOമാരുടെ കാര്യത്തിൽ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ BLOമാർ 2002 വോട്ട് ഇല്ലാത്തവരുടെ കോളം പൂരിപ്പിക്കുമ്പോൾ അവിടെ ബന്ധു എന്ന ഭാഗത്ത് ഒന്നും എഴുതണ്ട എന്നാണ് അവർ പറഞ്ഞു പോകുന്നത്. മാത്രമല്ല, ചില BLOമാർ ഒന്നും എഴുതാതെ ഇത് കൊണ്ടുപോകുന്നു. പിന്നെ അവരെവിടെ നോക്കിയാണ് ഇത് എഴുതുക? ഇത്ര ശ്രമകരമായ ജോലിയാണ് അവർ ഏറ്റെടുക്കുക. അതുകൊണ്ട് വോട്ടറുടെ മുമ്പിൽ വെച്ച് വ്യക്തമായി പട്ടിക വെച്ച് കൃത്യമായി എഴുതിക്കൊണ്ടുപോകുന്ന തരത്തിൽ അടിയന്തരമായ നിർദ്ദേശങ്ങൾ BLOമാർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. Different angles. Don't forget to subscribe and support this channel.